ഇന്നും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്നാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം. 2022 ഒക്ടോബർ 22-നായിരുന്നു വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടത്. പ്രണയപ്പകയെ തുടർന്നായിരുന്നു പ്രതിയായ ശ്യാംജിത്ത് മറ്റാരുമില്ലാത്ത സമയത്ത് വിഷ്ണുപ്രിയയുടെ വസതിയിൽ വീട്ടിൽ എത്തി അതിക്രൂരമായി കൊലപാതകം നടത്തിയത്. നേരിട്ട് ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന ഒരു കേസ് കൂടിയാണ്. പക്ഷേ ഈ സമയത്ത് ഈ കൊല നടക്കുന്നതിന് തൊട്ടു മുമ്പ് വിഷ്ണുപ്രിയ വീഡിയോ കോളിലൂടെ സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രതിയായ ശ്യാംജിത്ത് അവിടേക്ക് എത്തി എന്ന സംഭാഷണം കൂടി ഉണ്ടായി എന്നതായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറി. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ മുൻകാല ചരിത്രവും വിഷ്ണുപ്രിയയുമായുള്ള പരിചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ തെളിയിക്കുവാൻ ഇപ്പോൾ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവത്തിൽ നിന്ന് വ്യക്തമാകാൻ. എന്തായാലും ഇന്ന് തന്നെ ശിക്ഷാവിധിയും ഉണ്ടാകും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിയായ ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതിക്ക് എന്ത് ശിക്ഷ നൽകണം എന്നതിൽ തീരുമാനമാവുക. ഈ പ്രണയപ്പക എന്നത് കേരളത്തിന്റെ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയത്ത് കൂടിയായിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ കൊലപാതകം, നാടിനെ തന്നെ നടുക്കിയ കൊലപാതകം ഉണ്ടായത്. ഉച്ചയ്ക്ക് 12 മണിക്ക്, അതായത് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ മറ്റൊരു മരണാനന്തര ചടങ്ങിലും മറ്റുമൊക്കെ പങ്കെടുക്കാനായി പോയ സമയത്ത് ആയിരുന്നു പ്രതിയായ ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് എത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2022 ഒക്ടോബർ 22-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഇപ്പോൾ KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷ ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. വിധി ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു കേസ്, വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന അത്രയും നീചമായ ഒരു കൊലപാതകത്തിനൊടുവിൽ ഇപ്പോൾ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2022 ഒക്ടോബർ 22-നാണ് ഈ പ്രതി ശ്യാംജിത്ത് ഇത്തരത്തിൽ വിഷ്ണുപ്രിയയെ വീട്ടിലെത്തി ചുറ്റിയ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്, കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. ഒപ്പം മരിച്ചതിന് ശേഷവും ഈ വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ 29 മുറിവുകളാണ് എടുത്ത് കുത്തി പരിക്കേൽപ്പിച്ചുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടന്നു. ഇതിൽ ഏറ്റവും നിർണായകമായത് ഇത്തരത്തിൽ ഈ വിഷ്ണുപ്രിയ ഒരു സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ കൊലപാതകം നടന്നത്. ഇതിൽ 13 സെക്കൻഡ് ദൃശ്യം ഉണ്ടായിരുന്നു ഈ കൊലപാതകം നടത്തുന്നത്. ഇതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായത്. ഒപ്പം ഈ പ്രതിയായ ശ്യാംജിത്ത് ചുറ്റിക അതുപോലെ തന്നെ ആയുധവും വാങ്ങിയ CCTV ദൃശ്യങ്ങളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതുമാത്രമല്ല, ഈ ബൈക്കിലാണ് ഈ പ്രതി എത്തിയത്. ഇതിനും സാക്ഷികൾ ഉണ്ടായിരുന്നു. മറ്റ് നേരിട്ട് സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ഇത്തരത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഏതായാലും വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഈ വിധി കാത്തിരുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ കേസിന്റെ വിധി ഉണ്ടാകും. അതുമാത്രമല്ല, ഈ പ്രതിയായ ശ്യാംജിത്ത് ഇത്തരത്തിൽ ഈ വിഷ്ണുപ്രിയയുടെ ഒരു സുഹൃത്ത് ഈ സാക്ഷിയായ വിപിൻ രാജിനെയും കൊല്ലാനും പദ്ധതിയിട്ടതായും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും 8 മാസത്തിന് വിചാരണ ഒടുവിലാണ്, വളരെ വേഗത്തിലാണ് ഈ കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രതി ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയാണ്. 8 മാസത്തിനകം തന്നെ ഈ കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. ഇത്തരത്തിൽ നീചമായ ഒരു കൊലപാതകം നടന്ന ഒരു സംഭവത്തിൽ വിധി എന്താകുമെന്നത്. ഏതായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്താണ് ശിക്ഷ എന്നതാണ് അറിയാനുള്ളത്. വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. അത് ഏതായാലും ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരമാവധി ശിക്ഷ നൽകുക എന്നത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രത്യേകിച്ച് കീഴ്ക്കോടതിയിലാണ് ഇപ്പോൾ വിചാരണ നടപടികൾ നടക്കുന്നത്. കീഴ്ക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പരമാവധി ശിക്ഷ എന്നത് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ KV ബൈജു സൂചിപ്പിച്ചതുപോലെ ദൃക്സാക്ഷികൾ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രതി വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് മരിച്ച പെൺകുട്ടി വീഡിയോ കോളിലൂടെ സുഹൃത്തുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കോളിൽ കൃത്യമായി പ്രതി അവിടേക്ക് എത്തി എന്നത് പെൺകുട്ടി തന്നെ പറഞ്ഞ പശ്ചാത്തലമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ബാഗിൽ മാരക ആയുധങ്ങളുമായിട്ടാണ് ശ്യാംജിത്ത് എത്തിയത് എന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യം. കിടപ്പുമുറിയിൽ വിഷ്ണുപ്രിയ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുവിന്റെ മറ്റൊരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോയ സമയമായിരുന്നു. അവിടെ പങ്കെടുത്ത ശേഷം വസ്ത്രം മാറാൻ തിരികെ എത്തിയപ്പോഴാണ് പ്രതി ശ്യാംജിത്ത് ആ വസതിയിൽ എത്തിയത്, വിഷ്ണുപ്രിയയുടെ വീട്ടിൽ എത്തിയത്. അതോടൊപ്പം തന്നെ ശ്യാംജിത്ത് ഇത് ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു, കരുതിക്കുട്ടി നടത്തിയ കൊലപാതകമായിരുന്നു. ആ കൊലയ്ക്ക്
മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചിരുന്നു. ശ്യാംജിത്ത് ചിറ്റിക ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളും മറ്റുമൊക്കെ വാങ്ങിയ കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, കയ്യുറ വാങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം വളരെ പെട്ടെന്ന് ശേഖരിക്കാൻ പോലീസിന് സാധിച്ചു. ബൈജു, ഇവിടെ ഇപ്പോൾ ദൃക്സാക്ഷികളില്ല എന്ന് പറയുമ്പോൾ പോലും കേരള പോലീസ് വളരെ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയും വളരെ വേഗം പ്രതിയിലേക്ക് എത്തുകയും അതേ വേഗതയിൽ തന്നെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്ത കേസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ എത്രത്തോളം വലുതാണോ, പരമാവധി ശിക്ഷ എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം, ആ ശിക്ഷയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുന്ന ഒന്നാണല്ലോ. തീർച്ചയായും കേരള പോലീസിനെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ കേസിൽ ഇന്ന് രാവിലെ നടന്ന നടപടിക്രമങ്ങൾ ഈ പ്രതിയെ ഹാജരാക്കിയപ്പോൾ പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് പ്രതി പറഞ്ഞത്. അതിനുശേഷമാണ് ഇതിൽ വിധി എന്താണ്, ഇതിന് ശിക്ഷാവിധി എന്നത് ഉച്ചയ്ക്ക് ശേഷം പറയും എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഇതിൽ തെളിവായി വന്നു. ഒപ്പം ഇത്തരത്തിൽ 72 ദൃക്സാക്ഷികളുണ്ടായിരുന്നു, നേരിട്ടല്ലെങ്കിലും 72 ദൃക്സാക്ഷികളുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതി ഈ വീട്ടിലേക്ക് എത്തുന്നത് ഉൾപ്പെടെ കണ്ടതുൾപ്പെടെയുള്ള 72 ദൃക്സാക്ഷികൾ കൃത്യമായി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള ഒരു കൂസൽ ഉണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ള പ്രതികരണമായിരുന്നു അന്ന് വന്നതെങ്കിൽ ഇന്ന് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പ്രതി പറഞ്ഞത്. തല കുനിഞ്ഞു നിൽക്കുന്ന കോടതിയിൽ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഏതായാലും ഈ കേസ് ആദ്യം തന്നെ ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വിധിയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടുകൂടി എന്തായാലും വിധി എന്തായാലും ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് അതിനാണ് ഏതായാലും കുടുംബാംഗങ്ങളും ഒപ്പം നാട്ടുകാരും ഒക്കെ ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ നീചമായി നടത്തിയ ഒരു കൊലപാതകത്തിൽ അത്രയും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ കേസിൽ എന്ത് വിധി വരുന്നു എന്നത്. ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയാണ് ഈ പ്രതി ശ്യാംജിത്ത് ഉള്ളത്. അതുമാത്രമല്ല മറ്റൊരു കൊലപാതകം കൂടി ഈ പ്രതി പദ്ധതിയിട്ടിരുന്നു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഒക്കെ ഉണ്ടായ സാഹചര്യമൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ കേസിൽ എന്താണ് വിധി എന്നുള്ളത്. ഏതായാലും 8 മാസത്തിനുള്ളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്കൊരു ശിക്ഷാവിധിയിലേക്ക് എത്തുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനം. അഭിലാഷ്, റൈറ്റ്. പ്രണയപ്പകയെ തുടർന്നായിരുന്നു പ്രതിയായ ശ്യാംജിത്ത് വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി കൊല ചെയ്തത്. 2022 നടന്ന കേസ് ആണിത്. പിന്നീട് വിചാരണ നടപടികൾ 8 മാസം കൊണ്ട് പൂർത്തിയാകുന്ന അന്വേഷണം പൂർത്തിയായി 8 മാസം കൊണ്ട് വിചാരണ നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ഈ കേസിൽ വിധിപ്രസ്താവം ഉണ്ടാവുക. പ്രത്യേകിച്ച് പ്രതി ഒരിക്കൽ പറഞ്ഞത് 14 വർഷത്തെ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാലും തനിക്ക് 39 വയസ്സേ പ്രായം ആകൂ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഒരിക്കൽ പ്രതിയിൽ നിന്ന് ഉണ്ടായത് കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടലോടെ കേട്ട ഒന്നാണ്. അതായത് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തതിനു ശേഷവും പ്രതിയുടെ മാനസികാവസ്ഥ ഇത് എന്ന നിലയിലാണെന്ന് നിരീക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ശിക്ഷയാകും കോടതി നൽകുക എന്നതും കേരളം ഉറ്റുനോക്കുകയാണ്. അത് ഉച്ചയ്ക്ക് ശേഷം അറിയാൻ സാധിക്കും. വിഷ്ണുപ്രിയ കൊലക്കേസിലെ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമോ എന്നത് അപ്പോൾ അറിയാം.